കാൽവരി മലമുകളിലെ ആ മരക്കുരിശിൽ അവൻ വിരിച്ചു പിടിച്ച കരങ്ങൾ ഈ ലോകത്തോടുള്ള മുഴുവൻ സ്നേഹത്തിൻ്റെയും അളവുകോലായിരുന്നു. തലയിൽ മുൾക്കിരീടവും ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകളുമായി അവൻ കുരിശിലേറിയത് ഒരു പരാജിതനായല്ല, മറിച്ച് നിരുപാധികമായ സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കാനായിരുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന ആ ഒറ്റ പ്രാർത്ഥനയിൽ തന്നെ ക്രൂശിച്ചവരോടും പരിഹസിച്ചവരോടുമുള്ള സകല വിദ്വേഷങ്ങളെയും അവൻ ഇല്ലാതാക്കി. സ്വന്തം ജീവൻ നൽകിക്കൊണ്ട് അവരൻ്റെ പാപങ്ങൾ കഴുകിക്കളയുന്ന കാൽവരിയിലെ ആ മഹാബലി വെറുമൊരു സഹനത്തിൻ്റെ കഥയല്ല, മറിച്ച് അതിരുകളില്ലാത്ത ക്ഷമയുടെയും വിട്ടുവീഴ്ചയുടെയും ഓർമ്മപ്പെടുത്തലാണ്. പ്രിയ സ്നേഹിത, ദുഃഖവെള്ളി വെറുമൊരു വിലാപത്തിൻ്റെ ദിവസമല്ല, ത്യാഗത്തിൻ്റെ ഏറ്റവും വലിയ പാഠമാണ്. മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാനും അവരുടെ വേദനകളിൽ അവർക്കൊപ്പം ഒരു ശിമിയോനെ പോലെ കുരിശേന്താനും നമുക്ക് കഴിയണം. അവരിന് വേണ്ടി സ്വയം ശൂന്യനാകാനും വിട്ടുവീഴ്ചകൾ ചെയ്യാനും നീ തയ്യാറാകുമ്പോൾ നിന്റെ ജീവിതത്തിലും ആ കാൽവരിയിലെ സ്നേഹം പൂവണിയും.